ഓടനാട് രാജവംശത്തെ പരാജയപ്പെടുത്തി അവരുടെ കൊട്ടാരം തകർത്ത് 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ പടുത്തുയർത്തിയ കൊട്ടാരമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് പരിചയപ്പെടാം കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം കൊട്ടാരം ഇന്നത്തെ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെട്ട പ്രദേശം ഭരിച്ച രാജവംശമായിരുന്നു ഓടനാട് രാജവംശം. കായംകുളമായിരുന്നു ഇവരുടെ ആസ്ഥാനം. അതിനാൽ തന്നെ ഓടനാട് രാജവംശം പിന്നീട് കായംകുളം രാജവംശമെന്നും അറിയപ്പെട്ടു. ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട തിരുവട്ടാർ എന്ന പ്രദേശത്ത് താമസമുറപ്പിച്ച വേൾ ആയി എന്ന യദുകുല വംശത്തിൽ നിന്നാണ് കായംകുളം രാജവംശത്തിൻ്റെ പിറവി. പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണത്തിൽ നിന്നും രക്ഷ തേടി തിരുവട്ടാറിൽ നിന്നും പലായനം ചെയ്ത ഇവർ തിരുവല്ലയ്ക്കടുത്ത് ആദന്തുരുത്തി എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. കാലാന്തരത്തിൽ രണ്ടായി പിരിയുകയും അതിലൊരു താവഴി മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂർമറ്റത്ത് സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഇവരെയാണ് പിന്നീട് ഓടനാട് രാജവംശം എന്നറിയപ്പെട്ടത്. കാലക്രമേണ അവരൊരു ചെറിയ പ്രദേശത്തിൻ്റെ ഭരണാധികാരികളായി മാറുകയും തങ്ങളുടെ ഭരണകേന്ദ്രം കായംകുളത്തിനടുത്തുള്ള എരുവയിലേക്ക് മാറ്റുകയും ചെയ്തു. ശേഷം കായംകുളത്തിന് സമീപം തന്നെയുള്ള കൃഷ്ണപുരത്ത് കൊട്ടാരം പണിയുകയും തങ്ങളുടെ തലസ്ഥാനം അവിടെയാക്കി ഭരണം നടത്തുകയും ചെയ്തു. ഓണാട്ടുകരയെന്നും അറിയപ്പെട്ടിരുന്ന ഈ രാജ്യത്തിൻ്റെ ഒടുവിലത്തെ പേര് കായംകുളം എന്നായിരുന്നു. തമിഴ് ബ്രാഹ്മണരുമായി കായംകുളം രാജ്യത്തിന് പണ്ടുകാലം മുതൽക്ക് തന്നെ വാണിജ്യബന്ധമുണ്ടായിരുന്നു. അരി, തുണി, വറ്റൽമുളക് തുടങ്ങിയവയായിരുന്നു തമിഴരുടെ പ്രധാന വാണിജ്യ വിഭവങ്ങൾ. പകരമായി കൊട്ടാരത്തിൽ നിന്നും കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളാണ് തിരികെ നൽകിയിരുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇവിടെ വരികയും അതോടെ തമിഴരുമായിട്ടുണ്ടായിരുന്ന കച്ചവടം നിലയ്ക്കുകയും ചെയ്തു. പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായി കൊട്ടാരത്തിന് കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. നാടിനെയും നാട്ടാരെയും സംരക്ഷിക്കുന്നതിനായി കുപ്പിണിപ്പട്ടാളം എന്ന ഒരു സേന തന്നെ രാജ്യത്തിനുണ്ടായിരുന്നു. തെക്ക് കന്നേറ്റി മുതൽ വടക്ക് തോട്ടപ്പള്ളി വരെയായിരുന്നു കായംകുളം രാജ്യത്തിൻ്റെ വിസ്തൃതി. ഈ കാലത്താണ് യുവാവായ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ ഭരണമേറ്റെടുക്കുന്നത്. അതിദയനീയമായിരുന്ന തിരുവിതാംകൂറിൻ്റെ സ്വയം പ്രഖ്യാപിത അവകാശികളായി പിള്ളമാരും മാടമ്പിമാരും വാണിരുന്ന കാലം. രാജതന്ത്രജ്ഞനായ മാർത്താണ്ഡവർമ്മ രക്തച്ചൊരിച്ചിലൂടെ നാടുവാഴ്ത്തത്തെ തകർക്കുകയും അയൽ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് തിരുവിതാംകൂറിനോട് ചേർത്ത് രാജ്യത്തിൻ്റെ സർവാധികാരം ഉറപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മയുടെ മാതുളനായ ഉണ്ണിക്കേരളവർമ്മയായിരുന്നു ദേശിംഗനാട് ഭരിച്ചിരുന്നത്. അദ്ദേഹം തൻ്റെ സഖ്യരാജ്യമായിരുന്ന കായംകുളത്തെ വീര ആദിത്യവർമ്മയുടെ കൊട്ടാരത്തിൽ നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുത്തു. അനന്തരാവകാശികളില്ലാതെ വരുമെന്നും അപ്പോൾ ദേശിംഗനാട് കൈവശപ്പെടുത്താമെന്നും കണക്കുകൂട്ടിയിരുന്ന മാർത്താണ്ഡവർമ്മയെ ഇത് ചൊടിപ്പിച്ചു. അദ്ദേഹം ദത്ത് അസ്ഥിരപ്പെടുത്താൻ ഉണ്ണിക്കേരളവർമ്മയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് ചെവിക്കൊള്ളാൻ ദേശിംഗനാട് രാജാവ് തയ്യാറല്ലായിരുന്നു. ഇതിൽ പ്രകോപിതനായ മാർത്താണ്ഡവർമ്മ ദളവ അറുമുഖംപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ദേശിംഗനാട്ടിലേക്ക് അയക്കുകയും ആ യുദ്ധത്തിൽ ഉണ്ണിക്കേരളവർമ്മ പരാജയപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ ശാസനം പോലെയെല്ലാം ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുകൂടി മാർത്താണ്ഡവർമ്മ ഉണ്ണിക്കേരളവർമ്മയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് രാജകീയ തടവുകാരനായി വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ഇതറിഞ്ഞ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കങ്കൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി സഖ്യമുണ്ടാക്കി തന്ത്രപരമായി ദേശിംഗനാട് രാജാവിനെ തടവിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇതിൽ പ്രകോപിതനായ മാർത്താണ്ഡവർമ്മ 1000-ഓളം കുതിരപ്പട്ടാളവും മറ്റ് സർവ്വസന്നാഹങ്ങളുമായി നൂറനാട് പടനിലത്തിൽ വെച്ച് കായംകുളം സൈന്യവുമായി ഏറ്റുമുട്ടുകയും വീരാദിത്യവർമ്മനെ കുലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തിരുവിതാംകൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അവരുടെ ക്യാപ്റ്റൻ ഡിലനോയിയെ തടവിലാക്കിയിരുന്നു. ഡിലനോയിയുടെ സാമർഥ്യവും നേതൃപാഠവും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി നിയമിച്ചു. 1742 രാമയ്യൻ ദിളവയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ കൊല്ലത്തെ ഡച്ച് കോട്ടയിലേക്ക് അയക്കുകയും കായംകുളം സേനയുടെ സഹായത്തോടെ ഡച്ചുകാർ
തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആ സഖ്യസൈന്യം തെക്കോട്ട് നീങ്ങി കിളിമാനൂർ പിടിച്ചെടുത്തു. എന്നാൽ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തി മാർത്താണ്ഡവർമ്മ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് കിളിമാനൂർ തിരിച്ചു പിടിച്ചു. പരാജയപ്പെട്ട ഡച്ചുകാർ പിന്മാറുകയും തിരുവിതാംകൂർ സൈന്യം കായംകുളം ആക്രമിക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയ രാജാവ് 1742 മാന്നാർ കോവിലകത്തു വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം രാജ്യം തിരുവിതാംകൂറിന് അടിയറ വെച്ചു. മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അതിലെ വ്യവസ്ഥകൾ പാലിക്കുവാൻ കായംകുളം രാജാവ് കൂട്ടാക്കിയില്ല. അദ്ദേഹം വടക്കുംകൂർ, തെക്കുംകൂർ, പുറക്കാട്ട് രാജാക്കന്മാരുമായി കൂടിയാലോചനകൾ നടത്തുകയും തിരുവിതാംകൂറിനെ ആക്രമിക്കുവാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ഇത് ചാരന്മാരിലൂടെ അറിഞ്ഞ മാർത്താണ്ഡവർമ്മ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യത്തെ കായംകുളത്തേക്ക് അയക്കുകയും സഖ്യകക്ഷികളിൽ നിന്നും സഹായം ലഭിക്കാത്ത കായംകുളം രാജാവ് രാജ്യവും സ്വത്തും ഉപേക്ഷിച്ച് തൃച്ചിവപ്പേരൂരിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. തിരുവിതാംകൂർ സൈന്യം കായംകുളം കൊട്ടാരം ഇടിച്ചു നിരത്തി. മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം രാമയ്യൻ ദളവ നിർമ്മാണം ആരംഭിച്ച് 1758 അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള പുതുക്കിപ്പണിത കൊട്ടാരമാണ് ഇന്ന് കാണുന്ന 16 കെട്ടുകളുള്ള കൃഷ്ണപുരം കൊട്ടാരം. അടിയന്തര ഘട്ടങ്ങളിൽ രഹസ്യമായി രക്ഷപ്പെടുന്നതിനു വേണ്ടി കൊട്ടാരത്തിൻ്റെ തെക്ക് ഭാഗത്തോട് ചേർന്നൊഴുകുന്ന ഒരു ചെറിയ അരുവിയും നിർമ്മിച്ചു. പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നിരുന്നു. തിരുവനന്തപുരം പത്മനാഭൻ കൊട്ടാരത്തിൻ്റെ മോഡലിൽ നിർമ്മിച്ച കൊട്ടാര സമുച്ചയത്തിൻ്റെ വിസ്തൃതി 56 ഏക്കറായിരുന്നു. കാലക്രമേണ രാജഭരണം അവസാനിച്ചതോടെ കൊട്ടാരം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു. കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. കൊട്ടാരം മാത്രം 2.5 ഏക്കർ സ്ഥലത്തായി ചുരുങ്ങി. തകർന്നു കിടന്ന കൊട്ടാരം 1950 കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും 2 നിലയായി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനർനിർമ്മിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ രേഖകളും പുരാവസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഇപ്പോൾ പുരാവസ്തു മ്യൂസിയമായി പ്രവർത്തിക്കുന്ന കൊട്ടാരത്തിൽ നിരവധി അമൂല്യ ശേഖരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇരുതല മൂർച്ചയുള്ള കായംകുളം വാൾ, 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പുരാതന ബുദ്ധപ്രതിമ സ്ഥാപിച്ച ബുദ്ധമണ്ഡപം, പണം, കത്തുകൾ തുടങ്ങിയവ മേൽവിലാസക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന നാട്ടുരാജ്യ പോസ്റ്റൽ സമ്പ്രദായമായിരുന്ന 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ പഴയ അഞ്ചൽ പെട്ടി, നിരവധി വിഗ്രഹങ്ങൾ, പല്ലക്ക്, വിവിധ കാലഘട്ടങ്ങളിലെ നാണയങ്ങൾ, കൈവിലങ്ങുകൾ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. മറ്റൊരു അമൂല്യ വസ്തു 154 ചതുരശ്ര അടി വലുപ്പത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രമാണ്. അഗസ്ത്യമുനിയുടെ ശാപം മൂലം ആനയായി മാറിയ വിഷ്ണുഭക്തൻ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമനന് മോക്ഷം ലഭിക്കുന്നതാണ് പ്രമേയം. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്തുത മ്യൂസിയം ഇന്ന് കാഴ്ചക്കാരാൽ സമ്പന്നമാണ്.
കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.